പ്രതിപക്ഷ നിരയിൽ അണിനിരക്കുന്നവരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അവിടെ പ്രധാനമായും CPM-ഉം CPI-യും മാത്രമാണ് ഉള്ളത് എന്നത്. ഒരുപക്ഷെ ആ നിരയിൽ തന്നെ ഏറ്റവും കരുത്തോടെ വർത്തിക്കേണ്ട ഒരു വിഭാഗമായിരുന്നു കേരള കോൺഗ്രസ് എം എന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ അങ്ങേയറ്റത്തെ പരാജയമെന്ന് മാത്രവുമല്ല, ഒരംഗത്തെ പോലും ഇത്തവണ നിയമസഭയിലേക്ക് എത്തിക്കാൻ കേരള കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൽ കലാപം കൊടി ഉയരുകയാണ്. അടുത്ത 9-ാം തീയതിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ ഇരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആണ് ഈ യോഗം. അപ്പോൾ സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ ഉയരും എന്നതാണ് ലഭിക്കുന്ന വിവരം. മുന്നണി മാറ്റ നീക്ക വിവാദങ്ങൾ ചർച്ചയായേക്കും. കാരണം ഒരു ഘട്ടത്തിൽ മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്തം എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജയകൃഷ്ണൻ പുതിയടുത്ത് തുറന്നടിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം വിമർശനങ്ങൾ, തുറന്നു പറച്ചിലുകൾ ഒരുപക്ഷെ കേരള കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സൂചിപ്പിച്ചതാണ് ഇത്തരം പൊട്ടിത്തെറികളെ സംബന്ധിച്ച്. ഇപ്പോഴിതാ സ്റ്റിയറിംഗ് കമ്മിറ്റി, നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം എന്തും സംഭവിക്കാം കേരള കോൺഗ്രസിൽ എന്നതാണോ പശ്ചാത്തലം? അഭിലാഷ്, പല പൊട്ടിത്തെറികളും പല അഭിപ്രായ ഭിന്നതകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് UDF-ൽ പോകാനുള്ള അവസരം ചില നേതാക്കളായിട്ട്, അതായത് റോഷി അഗസ്റ്റിൻ, ഒപ്പം തന്നെ പ്രമോദ് നാരായണൻ, ഡോക്ടർ N. ജയരാജ് എന്നിവർ ചേർന്ന് ഇല്ലാതാക്കി എന്നതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ആ നിലപാട് സ്വാഭാവികമായും ആ യോഗത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പാർട്ടിയുടെ സമ്പൂർണ്ണ തോൽവിക്ക് ഒരു കാരണം അതാണ്. അന്ന് ബുദ്ധിപൂർവ്വം മുന്നണി മാറിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് സഭകളൊക്കെ നിർദ്ദേശിച്ചതാണ്, അത് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് UDF സർക്കാരിൻ്റെ ഭാഗമാകാമായിരുന്നു. ഒരുപക്ഷെ UDF-ന്റെ വിജയത്തിൽ തന്നെ തങ്ങളുടെ പങ്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, അതിനനുസരിച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് കൂടുതൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയൊക്കെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ ഇപ്പോൾ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. ആരും ജയിച്ചിട്ടില്ല. ഒരാൾ പോലും സ്വന്തം മികവ് കൊണ്ടുപോലും ജയിച്ചിട്ടില്ല. ഒരുപക്ഷെ ജോസ് കെ മാണി പാലയിൽ വലിയ പോരാട്ടം നടത്തി എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ അവിടെയും ഷോൺ ജോർജിന്റെ സാന്നിധ്യമാണ് വളരെ പ്രധാനപ്പെട്ടതായി ജോസിനെ അങ്ങനെ ഒരു വിജയത്തിനടുത്ത് എത്തിച്ചത് എന്നതാണ് വസ്തുത. എന്തായാലും ഇക്കാര്യത്തിൽ പല ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും ചില നേതാക്കളെങ്കിലും ഒരുപക്ഷെ പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയേക്കാം. പക്ഷെ സമ്പൂർണ്ണമായൊരു മുന്നണി മാറ്റം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം UDF-ന് ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ മുന്നണി മാറ്റം സ്വയം ഇരുന്ന് ആഗ്രഹിച്ചാൽ പോരല്ലോ, അപ്പുറത്ത് ഒരു കൂട്ടർക്ക് തങ്ങളെ ആവശ്യമുണ്ട് എന്നതുകൂടി വരണ്ടേ. അങ്ങനെ ആവശ്യമുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അവർ പരമാവധി വിളിച്ചിരുന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ കേട്ടില്ല എന്നുള്ളതാണ് ഇനി UDF-ന് ഒരു എന്താ പറയുക, ഒരു ശക്തമായ നിലപാടെടുക്കാൻ കാരണമാകുന്നത്. പക്ഷെ ഭാവിയിൽ ഒരുപക്ഷെ അത് സാധ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലടക്കം ഒരു UDF അനുകൂല മണ്ഡലങ്ങൾ പലതും പരമ്പരാഗതമായി കിട്ടിപ്പോകുന്നത് അത് കേരള കോൺഗ്രസ് എം കൂടി UDF-ൽ നിൽക്കുന്നത് കൊണ്ടാണ്, തുടർച്ചയായി കിട്ടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തി പോകാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം നല്ലതാണെന്ന് ഒരുപക്ഷെ ഭാവിയിൽ UDF-ഉം കോൺഗ്രസും ഒക്കെ വിലയിരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തരംഗം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകില്ലല്ലോ. തരംഗമില്ലെങ്കിൽ പോലും ജയിക്കുന്ന സീറ്റുകളായിരുന്നു ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെപ്പോൾ എന്നത് വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ UDF-ൽ ഒരു വലിയ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അത് ഒരുപക്ഷെ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇന്നലെ മുതൽ കണ്ടത്. ഈ ജയകൃഷ്ണനെ ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ചടക്ക നടപടിയിലേക്ക് പോയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം ഒരു സെമി കേഡർ പാർട്ടി പോലെ രൂപീകരിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് പഴയ പോലെ നേതാക്കൾ പരസ്യമായി വന്നിരുന്ന അഭിപ്രായം പറയുന്ന നിലയൊന്നും ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ പാർട്ടിയിലുള്ള മുഴുവൻ നേതാക്കൾക്കും ഈ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന ആലോചനകളായിരിക്കും നടക്കുക. പക്ഷെ അപ്പോഴും ഈ ഭിന്നത എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. കാരണം തീർച്ചയായും അവിടെ ഈ പറയുന്നത് പോലെ, അതായത് ശ്രീജിത്ത്, ഇപ്പോൾ ഈ പരസ്യ പ്രതികരണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നടപടി ഉണ്ടാകുന്നു എന്നത് വസ്തുതയാണ്. അപ്പോൾ പോലും നമുക്കറിയാമല്ലോ, അതായത് ഈ ഇടതുമുന്നണിയോടൊപ്പം തുടരുന്നതിൽ അതൃപ്തിയുള്ള കുറേയധികം ആളുകൾ ഇപ്പോഴും കേരള കോൺഗ്രസിൽ ഉണ്ട്. അത് നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പും കണ്ടതാണ്. പക്ഷേ ഒരു സംഘടനാ സംവിധാനം എന്ന നിലയിൽ
ആ ഘട്ടത്തിൽ കൃത്യമായ പ്രതിഷേധമുയർത്താൻ അവർക്ക് പ്രയാസമുണ്ടാകുമായിരിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം, ചിലരെങ്കിലും ഭരണ തുടർച്ചയുണ്ടാകും എന്നൊക്കെ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സാഹചര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, മാത്രമല്ല ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ പറ്റിയില്ല എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എതിർ ശബ്ദമുയർത്താൻ തയ്യാറായിരുന്നവർ അവർ പിന്നീട് നിശബ്ദത പുലർത്തിയതാണ്. ആ ഒരു നിശബ്ദത ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നതാണ് സംശയം. അഭിലാഷ്, ഈ ദിവസങ്ങളെല്ലാം നിശബ്ദതയാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് നേതാക്കൾ ആരും തന്നെ, നമ്മൾ ചോദിക്കുന്ന നേതാക്കൾ ആരും തന്നെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഒരു വലിയ ഷോക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഷോക്ക്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ജയിക്കുമെന്ന് അവർ കരുതിയിരുന്നതാണ്. പക്ഷെ അതും ഉണ്ടാകാത്തത് വലിയൊരു നാണക്കേട്, ഈ പാർട്ടി രൂപീകരണ ശേഷം ഉണ്ടായ വലിയ നാണക്കേട് എന്ന നിലയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘാതത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ പതുക്കെ അത്തരം പ്രതികരണങ്ങളൊക്കെ തുറന്നു പറച്ചിലുകൾ വന്നേക്കാം. പ്രത്യേകിച്ച് UDF-നോട് ചേർന്ന് നിൽക്കാനുള്ള അഭിപ്രായം തന്നെയായിരിക്കും പല നേതാക്കൾക്കും ഉണ്ടാകുക. പക്ഷെ അപ്പോഴും ഈ റോഷി അഗസ്റ്റിൻ അല്ലെങ്കിൽ അപ്പുറത്തുള്ള നേതാക്കൾ ഇവരിനിയും മുന്നണി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോയാലും അടുത്ത തെരഞ്ഞെടുപ്പ് ഈ പാർട്ടിയിലേക്ക്, അതായത് UDF-ലേക്ക് എത്തിയാലും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർക്ക് ഈ സീറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇടുക്കിയിൽ റോയ് കെ പൗലോസ് ജയിച്ച സീറ്റ് ഇനി കേരള കോൺഗ്രസ് UDF-ൽ എത്തിയാൽ പോലും അവർക്ക് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ കിട്ടുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. അതേസമയം ഒരുപക്ഷെ ഈ പല നേതാക്കളും കാത്തിരിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണേണ്ടത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 2029 തെരഞ്ഞെടുപ്പ് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഈ പാർട്ടിയിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 3 വർഷം അല്ലെ 5 വർഷം ജനവികാരം അംഗീകരിച്ച് നിൽക്കുക എന്ന നിലപാടാണ്. പക്ഷെ അപ്പോഴും ചിലരെങ്കിലും പാർട്ടി വിടാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടി വരും. അഭിലാഷ്, യെസ്, തീർച്ചയായും. അതായത് മുന്നണി മാറ്റം അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ മുന്നണി മാറ്റം ആവശ്യമാണ് എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിലയിരുത്തിയിരുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ പിന്നീട് റോഷി അഗസ്റ്റിൻ്റെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പാർട്ടി പിളർന്നേക്കാമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇതായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന പാർട്ടി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒരു പക്ഷേ ഒരംഗത്തെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നിർണായകമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.